അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഇത് എൻ്റെ എപ്പിസോഡ് കണ്ടിന്യൂയിങ് ഫ്രം ലാസ്റ്റ് ടൈം ജിദ്ദ ലൈഫിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ്. ഇൻഷാ അല്ലാഹ് ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് കൺസൈസ് ആസ് പോസിബിൾ ഇൻഷാ അല്ലാഹ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ജിദ്ദ ലൈഫിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ ജിദ്ദ എത്തി, പിന്നെ അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ പോകേണ്ട ആവശ്യം വന്നു. കാരണം മദറിന് സുഖമില്ലായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസറായിട്ട്. പിന്നെ നാട്ടിൽ പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ജോലി അവിടെ ഇല്ല. പിന്നെ ഫൈസൽ, നമ്മുടെ മാനേജർ, എൻ്റെ ആക്ച്വൽ കഫീലിൻ്റെ അളിയൻ ഫൈസലുമായിട്ട് ഞാൻ നല്ല ബന്ധം ആയി. ഫൈസൽ എനിക്ക് വേറെ കമ്പനികൾ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ തന്നു. അങ്ങനെ അവിടെ വരെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഞാൻ അൽക്കൗൻ അൽ സൗദി എന്ന് പറയുന്ന ഒരു കമ്പനി, നമ്മുടെ പഴയ കമ്പനിയുടെ തൊട്ട് മുകളിലുള്ള വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റ് രണ്ടിനടുത്ത്, തൊട്ടടുത്ത് തന്നെ, വളരെ ഒരു 2 മിനിറ്റ് നടന്നാൽ ഉള്ള ദൂരത്തിൽ റോഡ് സൈഡിൽ തന്നെ നല്ലൊരു ബിൽഡിങ്ങിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുത്ത് അവിടെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടും തുടങ്ങി. അവിടെ കുറച്ച് പിന്നെ മറ്റു ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ കുറച്ച് കാര്യങ്ങൾ, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഞാൻ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും തുടങ്ങി. അങ്ങനെ അവിടെ സെറ്റിൽ ചെയ്ത് ആ കമ്പനിയിൽ അങ്ങനെ വർക്ക് ചെയ്ത് പോയി കുറച്ച് നാൾ. അപ്പോൾ ഇതിനിടയിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടത്. നമ്മുടെ പാലക്കാട് നിന്നുള്ള ഒരു മുസ്തഫ ആ സമയത്ത് ഒരു അസീം കോ എന്ന് പറഞ്ഞൊരു കമ്പനി, ഈ നമ്മുടെ ഈ പയർ വർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ പല തരത്തിലുള്ള പ്രൊഡ്യൂസ്, ഓക്കെ, ലെൻറ്റിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മാസ്സായിട്ട് വലിയ ക്വാണ്ടിറ്റിയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ റീപാക്കേജിങ് ചെയ്ത് പല കടകളിലും സപ്ലൈ ചെയ്യുന്ന ഒരു ഹോൾസെയിൽ സംരംഭമായിരുന്നു അസീം കോ എന്ന് പറയുന്നത്. അത് ഒരു 3 സുഹൃത്തുക്കൾ, 3 പേര്, മലപ്പുറം ഭാഗത്തുള്ള 3 പേര്, അവർ ചേർന്ന് നടത്തുന്നൊരു കമ്പനി. ആ കമ്പനിയിൽ ഒരു അക്കൗണ്ട്സ് കീപ്പിങ്ങും പിന്നെ അതേപോലെ തന്നെ ഡേറ്റ എൻട്രി, പിന്നെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു മാനേജർ പോലെ മുസ്തഫ, പാലക്കാട് വടക്കാഞ്ചേരിക്കാരനാണ് മുസ്തഫ, നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഇപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്, ഈ അടുത്തും കണ്ടിരുന്നു. അപ്പോൾ പാലക്കാട് വടക്കാഞ്ചേരിക്കാരൻ നമ്മുടെ മുസ്തഫ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്നെ അവിടുത്തെ 1 ഓഫ് ദി 3 ഓണേഴ്സ്, ആ 3 പേരിൽ ഒരാൾ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി. അവരുടെ ഓഫീസിൽ പ്രോഗ്രാമിംഗ് ഒരു ആവശ്യമുണ്ട്, ഒരു സിസ്റ്റം ഉണ്ടാക്കണം. അങ്ങനെ എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ ട്രിപ്പിൽ കുറേ സമയം പിടിച്ച് അത് ഈ പ്രോഗ്രാം ചെയ്യാനും ഇതൊക്കെ. അപ്പോൾ അതിനായിട്ട് ഈ മുസ്തഫ ആണ് എൻ്റെ കോൺടാക്റ്റ് പേഴ്സൺ ഉണ്ടായിരുന്നത്. അപ്പോൾ മുസ്തഫ ആയിട്ട് നല്ലൊരു ബന്ധം ആയി. ഞാനും മുസ്തഫയും പിന്നെ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഫാസ്റ്റ് ഫോർവേഡ് ഞാൻ അമേരിക്കയിൽ നിന്ന് പിന്നെ അവിടെ വർക്ക് ചെയ്ത് 2-3 കമ്പനി പിന്നെയും വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് വന്ന്. അപ്പോൾ ഞാൻ ഈ വരുന്ന സമയത്ത്, അതായത് സൗദി അറേബ്യ വിടുന്ന സമയത്ത്, ഞാൻ മുസ്തഫയെ കണ്ട് എന്നെ പറഞ്ഞിങ്ങനെ ഞാൻ പോവുകയാണ്. അപ്പോൾ മുസ്തഫ അടുത്ത് ഞാനൊരു വലിയൊരു റിക്വസ്റ്റ് ചെയ്തു. ആ സമയത്ത് ആക്ച്വലി മുസ്തഫ ജിദ്ദ അവിടെ നിന്ന് ജോലി മാറി, ആ അസീം കോ കമ്പനിയിൽ നിന്ന് ജോലി മാറി മുസ്തഫ മക്കയിലൊരു കമ്പനിയിൽ ആണ് ജോലി ചെയ്തത്. ഞാൻ ഈ സൗദി വിടുന്ന സമയത്ത്. ഇതിപ്പോൾ ഞാൻ ആദ്യം മുസ്തഫയെ പരിചയപ്പെടുന്നത് ഏകദേശം 93-ലാണ്, 92-93ലാണ് മുസ്തഫയെ പരിചയപ്പെടുന്നത്. 99-ൽ ഞാൻ അവിടെ നിന്ന് വിടുമ്പം, ജിദ്ദയിൽ നിന്ന് വിടുമ്പം, മുസ്തഫ ആ സമയത്ത് മക്കയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മക്കയിൽ പോയിട്ട് മുസ്തഫാനെ കാണാറുണ്ടായിരുന്നു. മക്കയിൽ പോകുമ്പോഴൊക്കെ, മക്ക എന്ന് പറയുന്നത് ജിദ്ദയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മക്ക വളരെ വലിയൊരു സൗഭാഗ്യമാണ്. അത് ഇപ്പോഴും ജിദ്ദയിൽ താമസിക്കുന്ന ആൾക്കാർക്കറിയാം.
ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് നമ്മൾ ഈ വ്യാഴാഴ്ച ആണ് അവിടുത്തെ ഒഴിവ്. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഹോളിഡേ ആയി. ഫ്രൈഡേ ആണ് നമ്മുടെ മെയിൻ ഡേ. നമ്മുടെ നാട്ടിൽ സൺഡേ പോലെ, ഇവിടെ അമേരിക്കയിലും സൺഡേ പോലെയാണ് അവിടെ ഫ്രൈഡേ. അപ്പം തേഴ്സ്ഡേ ഉച്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഒരു വീക്കെൻഡിൻ്റെ പ്രതീതിയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിപ്പിന് ഇപ്പോൾ പറയും നമുക്ക് മക്കേ പോയാലോ എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാനിപ്പം ഇവിടെ അമേരിക്കയിൽ നിന്ന് മക്കേ പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലാനിങ് വേണം. പല കാര്യങ്ങളും ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഹോട്ടൽ ബുക്ക് ചെയ്യണം, മാസങ്ങളെടുക്കും ചിലപ്പോൾ പ്ലാൻ ചെയ്യാൻ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ അവിടെ ജിദ്ദയിൽ താമസിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ ജിദ്ദക്കാർക്ക് ഒരു വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്, അത് റിയാദിൽ താമസിച്ചാലും അതുപോലെ തന്നെ ദമാമിൽ താമസിച്ചാലും മറ്റുള്ള GCC കൺട്രിയിൽ എവിടെ പോയാലും ഈ ജിദ്ദക്കാരുടെ ഒരു സൗഭാഗ്യം 45 മിനിറ്റ്. ആ സമയത്ത് വണ്ടി, ഞാൻ പറയുന്ന സമയത്ത് വണ്ടി സ്പീഡ് ലിമിറ്റൊന്നുമില്ല. എത്ര സ്പീഡിൽ പോവാം അത്ര സ്പീഡിൽ പോവാം. 1 മണിക്കൂർ കൂട്ടിക്കോ. ജിദ്ദയിൽ നിന്ന് മക്ക എത്താൻ 1 മണിക്കൂർ, പിന്നെ മദീനയിൽ പോകാൻ 4 മണിക്കൂർ. അപ്പോൾ ജിദ്ദ നിൽക്കുന്ന സ്ഥലം ഒരു നല്ല സ്ഥലമാണ് അൽഹംദുലില്ലാ. അതിൻ്റെ മാഷാഅല്ലാ നല്ല നമ്മൾ ഗുണം അവിടെ നിന്ന് ബെനിഫിറ്റ് എടുത്തിട്ടുണ്ട് അവിടെ താമസിക്കുന്ന സമയത്ത്. അപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ വ്യാഴാഴ്ച ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ പറയും, വൈഫിൻ്റെ അടുത്ത് പറയും നമുക്ക് പോയാലോ, മക്ക പോയാലോ, പോവാം. എന്നാൽ നമ്മൾ പെട്ടെന്ന് നോക്കി ഒരു അരമണിക്കൂറിനുള്ളിൽ കുളിച്ച് ഇഹ്റാമൊക്കെ കെട്ടി ഇറങ്ങും. അത്രയ്ക്ക് എളുപ്പമാണ്. 1 മണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ പ്ലാൻ ചെയ്ത് നമ്മൾ ഇറങ്ങും. അപ്പം അങ്ങനെ മുസ്തഫാനെ ഞാൻ എന്നെ കാണാറുണ്ടായിരുന്നു മക്കത്ത് പോകുമ്പോഴൊക്കെ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മുസ്തഫ അടുത്ത് ഞാൻ പറഞ്ഞു, മുസ്തഫ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ ഹറമിൽ പോകുമ്പം ഇവിടെ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നിങ്ങനെ ഞാനൊരു കാഷ്വലായിട്ട് പറഞ്ഞ്, നമ്മളെല്ലാവരുടെ അടുത്തും പറഞ്ഞ പോലെ പറഞ്ഞ്, അങ്ങനെ ഞാൻ വാങ്ങി ഇവിടെ വന്ന് ഒരു 5 വർഷം കഴിഞ്ഞിട്ട്, പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ മുസ്തഫാനെ കാണുന്നത്. ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ, ആലപ്പുഴയിൽ പോയപ്പോൾ മുസ്തഫ പാലക്കാട് വടക്കാഞ്ചേരിയിൽ നിന്ന് മുസ്തഫ ആലപ്പുഴ വന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ തങ്ങി. എന്നിട്ട് ഞങ്ങൾ രാത്രി ഒരു സന്ധ്യ സമയത്ത് ഞങ്ങൾ ഭക്ഷണം പുറത്ത് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ആലപ്പുഴ അറിയാവുന്ന ആൾക്കാർക്ക് തോട്ടിൻ്റെ കടവിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പം മുസ്തഫ എന്നടുത്ത് ചോദിച്ച്, നിങ്ങൾ എൻ്റെ അടുത്തൊരു കാര്യം അന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എന്താ മുസ്തഫ? അപ്പോൾ അത് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവിടെ ഹറമിൽ പോകുമ്പോൾ ദുആ ചെയ്യണോ? ഞാൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ ഓർമ്മയുണ്ട്, പറഞ്ഞിരുന്നു. ഞാൻ 5 വർഷമായിട്ട് എല്ലാ ദിവസവും ഞാൻ അവിടെ പോകുമ്പം, ഹറമിൽ എല്ലാ ദിവസവും പോകും, എല്ലാ ദിവസവും 5 വർഷമായിട്ട് ഒരു ദിവസം മുടക്കമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി. കാര്യം ഇത്രയും ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ മുസ്തഫ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് മാഷാ അല്ലാ അത് മറക്കാതെ 5 വർഷം അത് ഒരു വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അൽഹംദുലില്ലാ. മുസ്തഫാക്ക് പടച്ചവൻ അതിനുള്ള അജറ് നൽകട്ടെ. ഇദ്ദേഹം ഇപ്പോഴും ഉണ്ട്. സൗദിയൊക്കെ വിട്ട് വന്നിപ്പോൾ വടക്കാഞ്ചേരിയിൽ മൂപ്പര് ബിസിനസ്സൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അൽകൗൻ അൽ സൗദി എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്ത് 1 വർഷമേ മാക്സിമം വർക്ക് ചെയ്തുള്ളൂ. അതിനകത്ത് കുറച്ച് പൊളിറ്റിക്സൊക്കെ വന്ന് എന്നെ അവർ പുറത്താക്കി. അങ്ങനെ ഞാൻ പുറത്താക്കിയപ്പോഴത്തേക്ക് എനിക്ക് നോക്കിയാൽ സന്തോഷമാണ്. കാര്യം നാട്ടിൽ കല്യാണം കഴിച്ച് വൈഫവിടെ നാട്ടിലുണ്ട്, വൈഫവിടെ വന്നിട്ടില്ല. മാത്രമല്ല വേറൊരു വൈഫിന് വരാൻ പറ്റാത്തൊരു കാര്യം വെച്ചാൽ, ഒന്ന് എൻ്റെ സ്പോൺസർ മറ്റേ ഒമർ ബയോനിസിൻ്റെ കമ്പനിയാണ്. ഒമറിന് കോമയിലായിട്ട് കിടക്കുകയാണ്. പിന്നെ അവരുടെ അടുത്തല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്, വേറൊരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒമറിൻ്റെ കമ്പനി അടച്ചുപൂട്ടിയത് കാരണം അവർക്ക് എൻ്റെ എൻ്റെ ഫാമിലി വിസ പ്രോസസ്സ് ചെയ്യാനോ ഒന്നിനും താല്പര്യമില്ല. അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ ജോലിയില്ല, ഞാൻ വേറൊരു കമ്പനിയിൽ അവരുടെ വിസയിലാണെങ്കിലും വേറൊരു കമ്പനി വർക്ക് ചെയ്യുന്നു. അങ്ങനെ വൈഫിനെ കൊണ്ടുവരുന്ന കാര്യം അത് നോട്ട് പോസിബിൾ, അത് ട്രൈ ചെയ്തുമില്ല, അത് നടക്കാത്ത കാര്യമാണ്. അങ്ങനെ സമയം മുമ്പോട്ട് പോയി. അപ്പോൾ ഇങ്ങനെ ഇവരെന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞാൻ ആ സമയത്ത് ഹാപ്പി ആയിട്ട്, കാരണം വൈഫ് നാട്ടിൽ കല്യാണം കഴിച്ച് ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പം അധികം സമയം വൈഫായിട്ട് ചിലവാക്കിയിട്ടുമില്ല. ഉമ്മക്കാണെങ്കിൽ സുഖമില്ല. അപ്പം ഈ സമയം നാട്ടിൽ പോവാം, വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ നാട്ടിൽ പോയി എനിക്ക് തോന്നുന്നൊരു 2-2.5 മാസം അവിടെ തങ്ങിക്കാണും. പിന്നെ ഉമ്മയും കണ്ട് വൈഫിനെയും കണ്ട് കുറച്ച് സമയം ചിലവാക്കി തിരിച്ച് ജിദ്ദ വന്നു. അപ്പോൾ തിരിച്ച് ജിദ്ദ വരുമ്പോൾ ഇപ്രാവശ്യം ജോലിയില്ല.
കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഐഡിയൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ക്ലോസ് ചെയ്യാണ്, ജോലിയില്ല. ജോലി കിട്ടി, പിന്നെ ജോലി പോയി. അപ്പോൾ ഇപ്രാവശ്യം തിരിച്ചു വരുമ്പോൾ പിന്നെയും അതേ അവസ്ഥ, ജോലിയില്ല, വിസ ഉണ്ട്, ജോലിയില്ല. അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ എൻ്റെ ആ സമയത്തൊരു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നമ്മുടെ മെസ് റൂമിൽ വർക്ക് ചെയ്യുന്ന താമസിച്ചിരുന്ന ഹംസ, മലപ്പുറത്തുകാരനാണ്. ആ കൗസർ ബേക്കറിയിൽ ബേക്കറിക്കകത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. ആ സഹോദരൻ വഴി ഞാനൊരു ഷാജി നായറിനെ പരിചയപ്പെട്ടിരുന്നു, ഈ ഹംസ വഴി. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഹംസ എന്നെ പറഞ്ഞ്, ഷാജി നിങ്ങളെ അർജൻറ്റായിട്ട് അന്വേഷിക്കുന്നു, അർജൻറ്റായിട്ട് ഷാജിയെ വിളിക്കുക, ഷാജി നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഷാജിയെ ഷാജിയുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ്, പിന്നെ ഷാജിയുടെ ഭാഷ അങ്ങനെയാണ്, ഈ എടാന്നല്ല, അതുപോലെ തന്നെ റെസ്പെക്റ്റ്ഫുള്ളി അല്ല, പിന്നെ വളരെ സൗഹാർദ്ദത്തിൽ. എന്നേക്കാളൊരു 10 വയസ്സ് മൂത്തതാണ്, അറ്റ്ലീസ്റ്റ് ഒരു 10 വയസ്സ് മൂത്തതാണ് ഷാജി, മേ ബി മോർ ദാൻ ദാറ്റ്. അങ്ങനെ ഷാജി എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇവിടെ ഒരു ജോലിയുണ്ട്, ഞാൻ തനിക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പെട്ടെന്ന് വാ, നാളെ രാവിലെ തന്നെ വാ, ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ നമുക്ക്, ജോലി ഞാൻ തനിക്ക് വേണ്ടി ഹോൾഡ് ചെയ്തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ജോലിയില്ലാതെ ഞാൻ വന്നതാണ്. അപ്പോൾ ഷാജി എനിക്ക് വേണ്ടി ജോലി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാം റെഡിയായിട്ട് അവിടെ പോയി. അപ്പോൾ ഈ ജോലി എന്ന് പറയുന്ന, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വെറുതെ ഒരു ഫോർമാലിറ്റി മാത്രമായിരുന്നു. ഷാജിയാണ് അവിടുത്തെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. എന്നെ ജോലിക്കെടുക്കാൻ ഷാജിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ഫോർമാലിറ്റിയുടെ നിലയിൽ അവിടെ പോയി എന്നെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് അന്ന് എന്നെ ജോലിയും കിട്ടി. അങ്ങനെ ഞാൻ ജോലി കയറി. അപ്പം ഫസ്റ്റ് കമ്പനി സാലറിയേക്കാളും ബെറ്ററായിരുന്നു അൽഹംദുലില്ലാ. സെക്കൻഡ് കമ്പനി അതിനേക്കാളും ബെറ്ററായി തേർഡ് കമ്പനി. ഇതെല്ലാം അൽഹംദുലില്ലാ ഞാൻ ഈ ഷാജി വഴിയാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ എൻ്റെ ഈ ബുക്കിൻ്റെ, ഈ കേരള ടു കരോളൈന ബുക്കിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്, പടച്ചവൻ പല ആൾക്കാർ വഴി എന്നെ സഹായിച്ച കഥയാണ് ഇതിനകത്ത് മൊത്തത്തിലുള്ളത്. എല്ലായിടത്തും എല്ലാ പോയിന്റിലും എനിക്ക് പറയാൻ പറ്റും, എനിക്ക് ഇവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്ത്, ഇവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്ത്, ഇവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്ത്, ഇങ്ങനെ ജീവിതത്തിൽ മൊത്തം ആൾക്കാർ ഹെൽപ്പ് ചെയ്ത കഥയാണ് ഈ കേരള ടു കരോളൈനയിലുള്ളത്. അൽഹംദുലില്ലാ. അപ്പോൾ ഷാജി അവിടെ ജോലി തന്ന്, ഞാൻ അവിടെ ജോലി കയറി. അങ്ങനെ ജോലിയിൽ കയറി. ആ ജോലി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ചുകൂടെ ടെക്നിക്കലി ഡിമാൻഡിങ് ആണ്. അതായത് പലരുടെയും കമ്പ്യൂട്ടർ ഇൻസ്റ്റലേഷൻ ഉണ്ട്, പ്രോഗ്രാം ഇൻസ്റ്റലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം വന്നാൽ അത് ഫിക്സ് ചെയ്യുക, അത് ഓവറോൾ പല കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഷാജി ആണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുമാണ്. ഷാജിക്ക് എനിക്കാണെങ്കിൽ കമ്പ്യൂട്ടർ ഡിഗ്രി ഉണ്ട്, ഷാജിക്ക് കമ്പ്യൂട്ടർ ഡിഗ്രി ഇല്ല. പക്ഷേ ഹീ ഈസ് മോർ എക്സ്പീരിയൻസ് ആൻഡ് മോർ നോളജബിൾ. കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും സാധിച്ചു. അങ്ങനെ ഷാജിയുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 1 വർഷം ആ കമ്പനിയിൽ ഇങ്ങനെ പോയി. അങ്ങനെ പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എഴുത്ത് വന്ന്, നാട്ടിൽ നിന്ന് വൈഫിൻ്റെ ഒരു ലെറ്റർ വന്ന്, എത്രയും പെട്ടെന്ന് വന്ന് ഉമ്മാനെ കണ്ടാൽ കൊള്ളാം. നമ്മൾ മീമി എന്നാണ് പറയുന്നത്, മീമിയെ വന്ന് കണ്ടാൽ കൊള്ളാം, കാര്യം മീമിയുടെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സ്റ്റേജ് 4 നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നത് സ്റ്റേജ് 4. അത് കഴിഞ്ഞ് കീമോതെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അപ്പം ഏകദേശം 4 വർഷമായി ആ ഡിറ്റക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പം വൈഫിന് ലെറ്റർ വന്ന് എത്രയും പെട്ടെന്ന് വന്നാൽ കൊള്ളാം. അത് അങ്ങനെ കേട്ടപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്ത് എനിക്കൊന്ന് പോകണം, കാര്യം അങ്ങനെ അത്ര സീരിയസ് അല്ലെങ്കിൽ വൈഫ് പറയത്തുമില്ല. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി. പോയപ്പോഴത്തേക്കും ഓൾറെഡി ഉമ്മ, നമ്മുടെ മീമി, തിരുവനന്തപുരത്ത് കമലേശ്വരം, അവിടെ എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് ഹൗസുണ്ട്. അപ്പോൾ അവിടെ കമലേശ്വരത്ത് ഓൾറെഡി താമസിക്കാൻ അങ്ങോട്ട് വന്ന് അവിടെ ഒരു റൂം അവർ കൊടുത്ത്, അവിടെയാണ് ജ്യേഷ്ഠനുമുണ്ട്, ജ്യേഷ്ഠൻ്റെ വൈഫിൻ്റെ വീടാണ്. ഞാനും അവിടെ പോയി ഉമ്മാനെ കണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യമുള്ളത്, ഈ ഉമ്മക്ക് സുഖമില്ലാതെയാണ് ഞാൻ ആദ്യം നാട്ടിൽ പോകുന്നത്. അവിടെ പോയിട്ട് ഞാൻ കല്യാണം കഴിച്ചു. ആ ട്രിപ്പിൽ പോയിട്ട് കല്യാണവും കഴിച്ച്, അത് കഴിഞ്ഞ് ഈ പറയുന്ന സ്റ്റേജ് വരെ ഏകദേശം 4 വർഷം. ആ 4 വർഷം എൻ്റെ വൈഫ് ഉമ്മയുടെ കൂടെ തന്നെ 24/7 ഖിദ്മത്ത് ചെയ്ത്, അതായത് സർവീസ് ചെയ്ത് 24/7. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യാണ്, കാര്യം എനിക്കവിടെ പോകാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ ഇൻകം എന്ന സോഴ്സ് അത് മാത്രമേ ഉള്ളൂ.
അപ്പം ഞാൻ സൗദി വർക്ക് ചെയ്യുന്നു. എൻ്റെ ബിഹാഫിൽ എൻ്റെ വൈഫ് സ്വന്തം ഉമ്മാനെ നോക്കുന്നത് പോലെ എൻ്റെ മദറിനെ നോക്കി. എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വൈഫാണ് 24/7. കാര്യം ഞാനില്ല. അപ്പം ആ സ്ഥലത്ത് 24/7 എൻ്റെ റൂമിലാണ് ഉമ്മ കിടന്നിരുന്നതും. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കിടക്കുന്നത്. എൻ്റെ വൈഫും ഉമ്മയും കംപ്ലീറ്റ് കാര്യങ്ങൾ ഉമ്മയുടെ A to Z 24/7 കാര്യങ്ങൾ എൻ്റെ വൈഫ് നോക്കി. അപ്പം ഇതിനിടയിൽ ഈ വൈഫിനെ ജിദ്ദയിൽ കൊണ്ടുപോകാനുള്ള വിസ കിട്ടാത്തത് അത് പടച്ചോൻ്റെ ഒരു തീരുമാനമായിരുന്നു. ഞാനിവിടെ ഈ ഷാജിയുടെ കമ്പനിയിൽ അൽസുമാൻ ഏവിയേഷനിൽ കയറിയപ്പം അവിടെ അവർ വിസ പ്രോസസ്സ് ചെയ്യും. കമ്പനിയുടെ വിസ വൈഫ് ഫാമിലി വിസ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഞാൻ കയറിയ ഉടനെ തന്നെ ആ വിസക്ക് അപ്ലൈ ചെയ്തു. വൈഫിൻ്റെ വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തു. എന്നിട്ട് അവിടെ വർക്ക് ചെയ്ത് അങ്ങനെ ഒരു വർഷമായപ്പോഴാണ് വൈഫിന് ലെറ്റർ അയക്കുന്നത്, നാട്ടിൽ വന്നാൽ കൊള്ളാം, മദറിൻ്റെ കണ്ടീഷൻ മോശമാണ്. അങ്ങനെ അവിടെ പോയി ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ മദറിൻ്റെ കണ്ടീഷൻ വളരെ മോശമായി. അപ്പോൾ പക്ഷേ ആ സമയത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ട്, എണീച്ചിരിക്കാം. പക്ഷേ എവറി ഡേ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് അവിടെ എത്തിയ സമയം നല്ല സമയമാണ്. അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസങ്ങൾ കൂടെ താമസിക്കാൻ പടച്ചോൻ ഭാഗ്യം തന്നു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞപ്പം സംഗതി മോശമായി. പിന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് അവിടെ ട്രിവാൻഡ്രത്ത് PRS ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ 4 ദിവസമേ ഹോസ്പിറ്റലിൽ കിടന്നുള്ളൂ. അവസാനം ഞാനാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ബെഡിൽ കിടത്തി. ആ സമയത്ത് ഉമ്മക്ക് ബോധമുണ്ട്. ആ സമയത്ത് ഞാൻ ചോദിച്ച് വെള്ളം ഒന്നും കുടിക്കാൻ വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ പാലുണ്ടായിരുന്നു. അപ്പോൾ പാല് ഒരു 2-3 സ്പൂൺ 4-5 സ്പൂൺ ഞാൻ കൊടുത്ത്. അതാണ് ലാസ്റ്റ് ഉമ്മ കഴിച്ചത്. അവിടെ പിന്നെ ബോധം നഷ്ടപ്പെട്ടു. പിന്നെ കംപ്ലീറ്റ്ലി ഉമ്മ കോമയിലോട്ട് പോയി. അതായത് ബോധമില്ലാത്ത കണ്ടീഷനിലെത്തി. 4 ദിവസം കിടന്നു. 4 ദിവസം കിടന്നിട്ട് ഉമ്മ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ മരിച്ചു. ഞാനും സൈഡിലുണ്ടായിരുന്നു, എൻ്റെ വൈഫും ഞാനും നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ മരിച്ചു കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു ജിദ്ദയിലോട്ട്. ഞാൻ തിരിച്ചു വന്ന് ഒരു 15 ദിവസം വന്നിട്ടൊരു 15 ദിവസം കഴിഞ്ഞു. എനിക്ക് HRയിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സസിൽ നിന്ന് ഫോൺ കോൾ വന്ന്. സഹ്റാനി എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ മാനേജർ. അവിടെ വേറെ ആൾക്കാർ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ സഹ്റാനിയാണ് മെയിൻ. സഹ്റാനിയുടെ ഫോൺ വന്ന്, അദ്ദേഹം സൗദിയാണ്, എന്നെ വിളിച്ച് റൂമിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് സഹ്റാനി എനിക്ക് ഒരു പേപ്പർ തന്നു. ഇത് വൈഫിൻ്റെ വിസ അപ്ലൈ ചെയ്തത് സാങ്ഷൻ ആയിട്ടുണ്ട്, അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഉമ്മ മരിച്ച് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വിസ അപ്രൂവൽ. ഓക്കെ, അത് പടച്ചവൻ്റെ ഒരു തീരുമാനമായിരുന്നു. കാരണം ഇത്രയും നാൾ വിസ കിട്ടിയില്ല. വിസ ഒരു പഴയ കമ്പനിയിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇവിടെ വന്നിട്ടും സമയം പിടിച്ചു. ഉമ്മ മരിച്ച ശേഷം വിസ സാങ്ഷനായി. കാര്യം ഉമ്മയുടെ ശുശ്രൂഷയ്ക്ക്, ഉമ്മയുടെ ട്രീറ്റ്മെൻറ്റിന്, കെയറിന് അവിടെ പടച്ചവൻ അതിന് അറേഞ്ച് ചെയ്ത്. അത് എൻ്റെ വൈഫ് വളരെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ട്രീറ്റ് ചെയ്തു. ഉമ്മാനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്തു. അൽഹംദുലില്ലാഹ് അതിൽ എനിക്കും വളരെ സന്തോഷമായി. അൽഹംദുലില്ലാഹ്. അപ്പോൾ വിസയും കിട്ടി. അങ്ങനെ വൈഫ് വന്നു. വൈഫ് വലിയ താമസം കൂടാതെ വൈഫും, ആ സമയത്ത് ഒരു മോനുണ്ട് നബീൽ, മൂത്ത മോൻ നബീലുമായിട്ട് വന്ന്. അങ്ങനെ ഞങ്ങളൊരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് ഷാജി താമസിക്കുന്ന സെയിം ബിൽഡിങ്ങിൽ താഴത്തെ ഒരു ഫ്ലോറിൽ ഞങ്ങളും അപ്പാർട്ട്മെൻ്റ് എടുത്ത് അവിടെ തങ്ങി. അങ്ങനെ അവിടെ തങ്ങുമ്പം ഇതിനിടയിൽ നമ്മുടെ ഒമർ ബയൂനിസ്, അതായത് നമ്മുടെ പഴയ സ്പോൺസർ, ഞാൻ പറഞ്ഞല്ലോ 4 വർഷം ഫസ്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത്, ഞാൻ നാട്ടിൽ പോയതിൻ്റെ പിറ്റേ ദിവസം മൂപ്പർക്ക് വണ്ടിയെടുത്ത് റിയാദിൽ പോയി, ആക്സിഡൻ്റായി, കോമയിലായി, 4 വർഷം ഹോസ്പിറ്റലിൽ കിടന്ന്. എന്നിട്ട് മൂപ്പര് മരിച്ചു, ഒമർ ബയൂനിസ് മരിച്ചു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പലപ്പോഴും ബക്ഷ് ഹോസ്പിറ്റലാണ് ഉമർ കിടന്നിരുന്നത്, കോമയിലായിട്ട് കിടന്നിരുന്നത് ബക്ഷിലാണ്. അപ്പോൾ ബക്ഷിന് മുമ്പിൽ കൂടെ, ബക്ഷ് അടുത്ത് തന്നെയാണ്, എൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബക്ഷിൽ പോകുമായിരുന്നു ഹോസ്പിറ്റലിൽ. അവിടെ പിന്നെ ഹോസ്പിറ്റലിൽ ആ സമയത്ത് കയറി പോകാൻ അവിടെ സെക്യൂരിറ്റിയോ ചെക്കോ ഒന്നുമില്ല. കയറി നടന്നു പോയി, എനിക്കറിയാം ഏത് റൂമാണെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ പോവും. അവിടെ പോകുമ്പോൾ ഒരു ബെഡിൽ ഉമർ കിടപ്പുണ്ട്. ഉമർ മൂപ്പര് കണ്ണ് തുറന്ന് കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കാല് ഒക്കെ ഇങ്ങനെ മടക്കും, കാല് നിവർത്തും, കാല് മടക്കും, കൈയെടുക്കും, പക്ഷേ ബോധമില്ല. അതായത് എവിടെയോ മൂപ്പര് വേറൊരു ലോകത്തിൽ കിടക്കുന്ന പോലെ കിടക്കുന്നത്.
അപ്പം ഞാൻ ഉമറിൻ്റെ അടുത്ത് പോയി ഉമറിൻ്റെ തലയിൽ കൈവെക്കും, ഉമറിൻ്റെ തലയിൽ കൈവെക്കും, നെറ്റി കൈവെക്കും, ഇങ്ങനെ തടവും. ഉമർന്ന് വിളിക്കും, അസ്സലാമു അലൈക്കും പറയും, സംസാരിക്കും. പക്ഷേ ഉമറിന് യാതൊരു റെസ്പോൺസില്ല. കാര്യം ഉമർ വേറൊരു ദുനിയാവിലോ ആണുള്ളത്, കണ്ണ് തുറന്ന് ആണ് ഇരിക്കുന്നത്. പക്ഷേ അള്ളാഹ് നോസ് ബെറ്റർ, ഉമറിൻ്റെ മനസ്സിൽ എന്താണ്, ഉമർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നോ. അപ്പോൾ ഉമർ അങ്ങനെ 4 വർഷം കഴിയുമ്പോൾ മരിച്ചു. അള്ളാഹു താല അവർക്ക്, ഉമറിനും എൻ്റെ മദറിനും പടച്ചവൻ ജന്നത്ത് നസീബാക്കട്ടെ. നിങ്ങളടുത്തും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. മാഷാ അല്ലാഹ്, രണ്ടുപേരും വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത ആൾക്കാരായിരുന്നു. എൻ്റെ വാപ്പയും മരിച്ചുപോയി. എൻ്റെ വാപ്പ ആക്ച്വലി, ഞാൻ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു എൻ്റെ വാപ്പയെക്കുറിച്ച്. വാപ്പ ആക്ച്വലി 1989 ഞാൻ REC കാലിക്കറ്റ് പഠിക്കുന്ന സമയത്ത് തന്നെ, ഫൈനൽ ഇയർ സമയത്ത് വാപ്പ മരിച്ചുപോയി. അവർക്കെല്ലാവർക്കും, മരിച്ചുപോയ നമ്മുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ ആരൊക്കെ മരിച്ചുപോയിട്ടുണ്ടോ ഈമാനിൽ, അവർക്കെല്ലാം പടച്ചോൻ ജന്നത്ത് നസീബാക്കട്ടെ, ആമീൻ. അങ്ങനെ വൈഫ് അവിടെ വൈഫ് വന്ന ശേഷം അതിനുള്ളിൽ നമ്മുടെ ഫൈസൽ, ഉമറിൻ്റെ അളിയൻ ഫൈസൽ, നമ്മുടെ മാനേജർ, ഞാനുമായിട്ട് വളരെ നല്ല ബന്ധത്തിലായിരുന്നു ഫൈസൽ. അപ്പോൾ ഫൈസൽ ഇതിനിടയിൽ കല്യാണം കഴിച്ചു. ഓക്കെ, ഫൈസൽ സൗദിയാണ്. ഫൈസൽ കല്യാണം കഴിച്ചത് ഫൈസലിൻ്റെ മദറിൻലോ അവർ ഔറംഗാബാദിൽ നിന്നാണ്. അതറിയാലോ, മഹാരാഷ്ട്രയിലാണ് ഔറംഗാബാദ്. ഫൈസലിൻ്റെ മദറിൻലോ ഔറംഗാബാദുകാരിയാണ്. അവർ നല്ല ഫ്ലുവൻ്റായിട്ട് ഉറുദു സംസാരിക്കും. പിന്നെ മകള് ഉറുദു ഒന്നും കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. മകൾ സൗദിയാണ് ഫൈസൽ കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരു ദിവസം ഫൈസലിൻ്റെ വൈഫുമായിട്ട് ഞങ്ങളെ കാണാൻ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വന്ന്. ഞങ്ങൾ താമസിച്ചിരുന്നത് നമ്മൾ ഷാജിയും നമ്മളൊക്കെ താമസിച്ചിരുന്ന ആ ബിൽഡിങ് ഷാറ സിറ്റി എന്ന് പറയും. അതായത് പഴയ എയർപോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പഴയ എയർപോർട്ട്. ആ എയർപോർട്ടൊന്നും ഫങ്ഷണലല്ല. ആ എയർപോർട്ടൊക്കെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന ആ സമയത്ത്. പിന്നെ എയർപോർട്ട് മാറ്റി ഏകദേശം 30-40 കിലോമീറ്റർ ദൂരമാക്കിയിട്ട് ഒരു ഹജ്ജ് ടെർമിനലും അതിൻ്റെ കൂടെ വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ പിന്നെ വന്നു. അപ്പോൾ ഈ ഓൾഡ് എയർപോർട്ട് എന്ന് പറയുന്നത്, അതിന് നമ്മളവിടെ അറബിയിൽ മത്താർ ഗദീം എന്ന് പറയും. മത്താർ എന്ന് പറഞ്ഞാൽ എയർപോർട്ടാണ്. മത്താർ ഗദീം പഴയ എയർപോർട്ട്. നമ്മളെ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് റൺവേയും കാര്യങ്ങളൊക്കെ അതെല്ലാം ഒടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുകയായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പം അവിടെ ഒരു മഹ്മൂദ് സെയ്ദ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു മോളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗോൾഡ് സൂക്കാണ്, ഗോൾഡിൻ്റെ മാർക്കറ്റാണ് ഇപ്പോൾ അവിടെ. അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ പേര്, അതിൻ്റെ ഏറ്റവും മുകളിൽ അതിൻ്റെ ഒരു ബോർഡ് വെച്ചിരുന്നു. ഒരു ഈ അറബികളൊക്കെ ധരിക്കുന്ന ഒരു കുപ്പായം ഉണ്ടല്ലോ, ഈ ലോങ് ക്ലോത്ത്, അതിന് സൗബെന്ന് പറയും, തോപ്പെന്ന് നമ്മൾ പറയും. അതിൻ്റെ ഒരു ബ്രാൻഡാണ് അദ്ദഫ എന്ന് പറഞ്ഞത്. ആ ദഫയുടെ വലിയൊരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു ഗവൺമെൻറ് ഭയങ്കര വലിയൊരു ബോർഡ് അതിൻ്റെ പുറത്ത്, ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത് എവിടെ ദൂരെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. അത്രയും വലിയൊരു ബോർഡ് വെച്ചിരുന്നു. അത് രാത്രി ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആ അദ്ദഫ ബോർഡുള്ളത് പറഞ്ഞിട്ട് ആ ബിൽഡിങ്ങിൻ്റെ പേര് നമ്മൾ അദ്ദഫ ബിൽഡിംഗ് എന്ന് പറയുമായിരുന്നു. അങ്ങനെ അവിടെ താമസിച്ചിരുന്ന സമയത്ത് ഫൈസലിൻ്റെ വൈഫും നമ്മളെ അവിടെ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഫൈസലുമായിട്ട് നല്ല ബന്ധം അന്ന് മുതലേ. മാഷാ അല്ലാഹ്, ഇദ്ദേഹം എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഫൈസലിന് വേണമെങ്കിൽ എന്നെ നാട്ടിലേക്ക് പറഞ്ഞയക്കാമായിരുന്നു. പക്ഷേ എന്നെ ടോളറേറ്റ് ചെയ്തു, എന്നെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് വാക്കുകളില്ല ഫൈസൽ ചെയ്ത സഹായത്തിന്. അങ്ങനെ ഫൈസലുമായിട്ട് നല്ല ബന്ധം കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞങ്ങൾ ഇവിടെ അമേരിക്ക വന്ന ശേഷം ഞങ്ങൾ ഫൈസലിനെ എപ്പോൾ ഉംറയ്ക്ക് പോയാലും ഞങ്ങൾ ഫൈസലിനെ കാണും. ഫൈസലിൻ്റെ വീട്ടിൽ പോകും. വീട്ടിൽ പോയാൽ നല്ലൊരു ഡിന്നർ അവിടെ കഴിക്കും. ഈ പോകുമ്പോഴൊക്കെ ഫൈസൽ പറയും, വൈഫിൽ ഞാൻ കൊണ്ടാണ് പോകുന്നത്. അപ്പം സൗദികളുടെ സിസ്റ്റം അറിയാമല്ലോ, നമ്മൾ അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾ അവരെ കാണത്തില്ല. അവർ വേറൊരു സെക്ഷനിലാണ്, അവർ വേറൊരു റൂമിലും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആണുങ്ങൾ വേറെ സ്ഥലത്ത്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വേറെയാണ്, അവർ വേറെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ ഫൈസലിനെ എപ്പോഴും കാണും. ഫൈസലുമായിട്ട് ഇരുന്ന് ഞാൻ ഡിന്നർ കഴിക്കും ഞങ്ങൾ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എപ്പോഴും ഫൈസൽ പറയും, എനിക്ക് അമേരിക്ക വരണം, എനിക്ക് അമേരിക്ക കാണണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, എപ്പോൾ പോലും പറയും. പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളിവിടെ വന്ന ശേഷം ഫൈസൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അമേരിക്കയിലേക്ക് വരികയാണ്. അപ്പോൾ പിന്നെ നമ്മൾ തമ്മിൽ പ്ലാൻ ചെയ്ത് ഏത് എയർപോർട്ടിൽ ഇറങ്ങണം, പിന്നെ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി. അങ്ങനെ ഫൈസൽ ഒരു സുപ്രഭാതത്തിൽ 2013 ആണെന്നെൻ്റെ ഓർമ്മ, 2013
ഫൈസലും പിന്നെ വൈഫും 3 കുട്ടി. ആ സമയത്ത് അവർക്ക് 5 കുട്ടികളുണ്ട്. 3 കുട്ടികളുമായിട്ട് ഫൈസലും വൈഫും വന്നു. അങ്ങനെ ഞാൻ അവരെ പോയിട്ട് ന്യൂയോർക്ക് റിസീവ് ചെയ്തു. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ അടുത്ത എപ്പിസോഡിന് വേണ്ടി വെക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് വളരെ രസകരമായ ലൈഫ് സ്റ്റോറിയാണ്. പലരും ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഇതൊക്കെ ഓർമ്മ വെക്കുന്നു. അത് എനിക്കും അറിഞ്ഞുകൂടാ, എനിക്കും അതിശയമാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. എനിക്ക് അവർ നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും ഓർക്കുമ്പം അവരെക്കുറിച്ചുള്ള നന്ദിയും അത് ഞാൻ അവരെ കണ്ടാലും അവരുടെ മുഖത്തും പറയും നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്തത്. അൽഹംദുലില്ലാ, അങ്ങനൊരു നല്ലൊരു കാര്യം അൽഹംദുലില്ലാ ഐ പ്രാക്ടീസ് ഇറ്റ് അൽഹംദുലില്ലാ. അപ്പോൾ അതാണ് ജിദ്ദ ലൈഫ് പാർട്ട് 2. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എവിടെ നിന്നാണ് വാച്ച് ചെയ്യുന്നുള്ള പറയാം. ഇപ്രാവശ്യം ഇന്നലെ ഇട്ട വീഡിയോയിൽ ആൾക്കാരെല്ലാവരും മാഷാ അല്ലാഹ് ദുബായ്, റിയാദ്, ജിദ്ദ, ഖത്തർ, കുവൈത്ത്, മലപ്പുറം, കാസർഗോഡ്, പാലക്കാട്, ആലപ്പുഴ, പല സ്ഥലങ്ങളിലും ആൾക്കാർ വാച്ച് ചെയ്തതായിട്ട് കമൻറ്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.